സർക്കാരെ നാടിനെ ഒത്തുകൊടുക്കാനായി കാടൻ ബില്ലുകൾ കരിനിയമങ്ങൾ അതുപോലെ ഈ കാർഷിക നിയമം അവതരിപ്പിക്കപ്പെടുമ്പോഴും നിങ്ങൾ ആ പറഞ്ഞ നുണ കർഷക നിയമത്തിന്റെ കാര്യത്തിൽ ഏക്കില്ല എന്നാണ് നമ്മളോട് നമ്മുടെ RSS സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാർഷിക വിരുദ്ധ ബില്ലിനെ നമ്മളിന്ന് കാർഷിക വിരുദ്ധ ബില്ല് എന്ന് പറയുന്നു. എങ്ങനെ അത് കാർഷിക വിരുദ്ധമാകുന്നു, കർഷക വിരുദ്ധമാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാർ. നടക്കുന്ന മറ്റ് ദരിദ്ര ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ്. നമുക്കറിയാം, വായുവും ജലവും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം. ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ആ മേഖലയിൽ ജീവനും ജീവിതവും കൊടുത്ത് മാത്രമേ, അവിടെ തന്നെ നിലനിന്ന് മാത്രമേ അത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്ത്യയെ പോലൊരു ദരിദ്ര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം